ഉണരുന്നതും ഉറങ്ങുന്നതുമൊക്കെ തന്നെ സ്വർണ്ണവില കേട്ടും അതിൻ്റെ ഉയർച്ച കണ്ടുമൊക്കെ തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം 2 തവണയാണ് സ്വർണത്തിന് വില കൂടിയത്. അപ്പോൾ ഇന്നും ഒരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇന്ന് രാവിലെ വില കൂടി, ഇനി ഉച്ചയ്ക്ക് ശേഷം കൂടുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൂടില്ല എന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. നമുക്ക് ഈ സ്വർണ്ണവില ഇങ്ങനെ പോകുമ്പോൾ, ഇങ്ങനെ ചാഞ്ചാടി പോകുമ്പോൾ അത് പിടികിട്ടാത്ത രീതിയിൽ, കാരണം ഒരു പവൻ എന്ന് പറയുമ്പോൾ ആ പവനിൽ മാത്രം ഒതുങ്ങുന്നില്ല, അതിൻ്റെ പണിക്കൂലി വരും, മറ്റ് സ്വർണവുമായി ബന്ധപ്പെട്ട മറ്റ് നികുതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഭീമമായ ഒരു തുക നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകുന്നു എന്നുള്ളതാണ്. നമ്മോടൊപ്പം എന്തായാലും ഈ സ്വർണത്തിൻ്റെ കാര്യമായതുകൊണ്ട് പൂജാലക്ഷ്മി ഇവിടെ ടിക്കറ്റിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. പൂജയോട് ചോദിക്കാം, പൂജ, ഈ സ്വർണത്തിൻ്റെ വില ഇങ്ങനെ പോകുമ്പോൾ തീർച്ചയായും പൂജയെ സംബന്ധിച്ചോളം വ്യക്തിപരമായിട്ട് എന്തായാലും സ്വർണം, എല്ലാവരും ചിലർ പറയും ഞാൻ സ്വർണ്ണം ഉപയോഗിക്കാറേ ഇല്ല എന്ന് പറയും. പക്ഷേ ഒരു തരി പൊന്നെങ്കിലും ഉപയോഗിക്കുന്ന ആളുകൾ കൂടുതലായിരിക്കും. അപ്പോൾ പൂജയുടെ കല്യാണം അടുത്ത ഇടയ്ക്കായിരുന്നു, 1 വർഷം അല്ലേ? 1.5 വർഷം ഡിസംബറിലായിരുന്നു. അപ്പോൾ അന്നത്തെ സ്വർണ്ണവിലയും ഇന്നത്തെ സ്വർണ്ണവിലയൊക്കെ നോക്കുമ്പോൾ ഒരു ശരാശരി അതിൻ്റെ ഒരു ചാഞ്ചാട്ടത്തെ കുറിച്ച് എങ്ങനെ മനസ്സിലാക്കാം? ശരിക്കും അന്നത്തെ സമയം ഇപ്പോഴത്തേയും കൂടെ നോക്കുമ്പോൾ അത്ഭുതം തോന്നാം. അതായത് 2023 ഡിസംബറിലാണ് വിവാഹം എന്ന് പറഞ്ഞു. നവംബർ സമയം ആകുമ്പോഴത്തേക്കുമാണ് ഇത് സ്വർണം വാങ്ങാൻ പോകുന്നത്. അന്ന് പവന് വില 46,000 രൂപ. അതെ, അതായത് 2023 നവംബറില് പവന്റെ വില 46,000 അടുപ്പിച്ചാണ്. 46 പ്ലസ് അതെ 1.5 വർഷം ഇത്രയാകുമ്പോഴത്തേക്ക് അത്രയും വലിയ വ്യത്യാസം വന്നു. ഇന്നത്തെ വില എന്ന് പറയുമ്പോൾ ഇന്നത്തെ വില 83,840 എന്ന് കരുതി നമ്മൾ പോവുകയാണ് സ്വർണ്ണം വാങ്ങാൻ. ഞാൻ അതാണല്ലോ പേപ്പർ വില അനുസരിച്ച് ഞാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ കൊടുക്കേണ്ട തുക എത്ര ആയിരിക്കും ടോട്ടൽ ഒരു കടയിലേക്ക് എത്തുമ്പോൾ? അതായത് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഉദാഹരണ സഹിതം ഇപ്പൊ ഒരു 10% പണിക്കൂലിയുള്ള സ്വർണ്ണം വാങ്ങാൻ പോവുകയാണ് എന്ന് വെച്ചാൽ കറക്റ്റ് പറഞ്ഞാൽ ഒരു പവൻ നിങ്ങൾ എടുക്കണം എന്നുണ്ടെങ്കിൽ 90 അടുപ്പിച്ച് കൊടുക്കണം, 90 കഴിഞ്ഞ് കൊടുക്കേണ്ടി വരും. ആ കണക്ക് ഞാൻ എഴുതി വെച്ചിട്ട് അത് പറയാം. 10% പണിക്കൂലി, ഇന്നത്തെ പവന്റെ വില 83,840 രൂപ. ഇതാണ് വില. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ 10% പണിക്കൂലിയായിട്ട് 8,384 രൂപ അഡീഷണൽ നൽകണം. അതിന്റെ കൂട്ടത്തിൽ ഹോൾമാർക്കിംഗ് ചാർജ് 53 രൂപ നൽകണം. അതൊന്ന്. അടുത്തത് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ GST ചേരും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ 10% പണിക്കൂലിയുള്ള ആഭരണമാണ് വാങ്ങാൻ പോകുന്നത് എങ്കിൽ കറക്റ്റ് വില 95,045 രൂപ. അങ്ങനെ അന്താരാഷ്ട്ര തലത്തിലൊന്നും അങ്ങനെ വേണ്ടെന്ന് വെക്കാൻ ആൾക്കാരില്ല. അത് ഭയങ്കര ക്രൈസിസ് ആയി വരികയാണ്. കാരണം നമ്മൾ ഇപ്പോൾ ഇത്രയും സ്വർണം ഇപ്പൊ പറയുന്ന അനുസരിച്ചാണെങ്കിൽ 1 മാസം വേണ്ടി വരില്ല, 1 ലക്ഷം രൂപയിൽ അല്ലേ ഒരു മാസം ഈ മേഖലയിലുള്ള വിദഗ്ധർ പറയുന്നത്. അപ്പോൾ ഒരു ബദൽ രീതിയിൽ ഏതെങ്കിലും ഒരു മാർഗത്തിലേക്ക് ആളുകൾ പോകുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഈ വില കൂടിയ സമയത്ത് പറഞ്ഞു ഇനിയിപ്പോൾ സ്വർണ്ണമൊക്കെ ഉപയോഗിച്ച് അങ്ങനെ ഒരു പ്രചരണം, ഒരു ബോധവൽക്കരണമൊക്കെ നടത്താമെന്ന് പറഞ്ഞ് ഒരു വിഭാഗമുണ്ട്. അത് അങ്ങനെ പോകുമ്പോൾ അതല്ല, ഇതൊരു വലിയൊരു മാർക്കറ്റായി അല്ലെങ്കിൽ ഒരു ബിസിനസ്സായി, ഒരു കരുതൽ ശേഖരമായി അങ്ങനെ ആയിരിക്കുമോ ആളുകൾ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ഈ അന്താരാഷ്ട്ര തലത്തിലെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ അവിടെ ഡിമാൻഡ് ഇടിയുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിപ്പോൾ സ്വർണ്ണവിലയുടെ കാര്യമൊക്കെ പറയുമ്പോൾ രൂപയുടെ മൂല്യം ഇടിയുന്നു, അതുകൊണ്ട് സ്വർണ്ണത്തിന്റെ വില കൂടുന്നു എന്നൊക്കെ പറഞ്ഞു പോകുന്ന കാര്യമുണ്ട്. പക്ഷെ നമുക്ക് ഇവിടുത്തെ സ്ഥിതി ഒന്ന് നോക്കാം. ഈ വിവാഹ കാര്യത്തിലൊക്കെ ഭയങ്കര ആശങ്കയായിട്ട് നിലനിൽക്കുകയാണ്. ഈ കല്യാണ സമയത്തൊക്കെ സ്വർണ്ണക്കടക്കാർ വന്ന് ബുക്ക് ചെയ്യും. അപ്പൊ അവരുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം എന്ന് പറയുന്നത്, മാഡം നിങ്ങൾ ഇപ്പോൾ ബുക്ക് ചെയ്തിട്ട് ഒരു ചെറിയ അഡ്വാൻസ് തന്നോളൂ, വരും ദിവസങ്ങളിൽ നിങ്ങൾ നോക്കി ഇരുന്നിരുന്ന സ്വർണ്ണത്തിന്റെ വില അങ്ങ് കുറയും, ആ ദിവസം നിങ്ങൾ വന്ന് വാങ്ങിച്ചാൽ മതി. ചുരുക്കത്തിൽ കയ്യിൽ ഒരുപാട് ഇരിപ്പുണ്ട്, കരുതി വെച്ചിട്ടുണ്ട്. പിന്നെ സ്വർണ്ണം വാങ്ങുന്ന പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരുപാട് ഏറ്റക്കുറച്ചിലുകളും അല്ലെങ്കിൽ പ്രതിഫലനങ്ങളും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോഴത്തെ ആഗോളതലത്തിലുള്ള മാർക്കറ്റ് വെച്ചാണെങ്കിൽ ഈ 1 ലക്ഷം എന്നത് 1 മാസം പോലും വേണ്ടി വരില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നലെ ഞാൻ അമുഖമായി പറഞ്ഞതുപോലെ ഇന്നലെ 2 തവണയാണ്. അത്ഭുതമാണ്. കാരണം രാവിലെ വൈകിട്ട് ഇതിപ്പോ ഒരു ഡെയിലി പ്രോസസ്സിലേക്ക് പോയി കഴിഞ്ഞുള്ള അവസ്ഥ എന്താ? നിങ്ങൾ ഇപ്പോൾ 1 ലക്ഷം കൊടുത്ത് സ്വർണം വാങ്ങുകയാണെങ്കിൽ കയ്യിൽ കിട്ടുന്നത് 1 പവൻ 42 ഗ്രാം ആ ലെവലിലാണ് വരുന്നത്. 5 പവൻ സ്വർണ്ണം എടുക്കുകയാണെങ്കിൽ 4 ലക്ഷത്തിലധികം രൂപ കൊടുക്കേണ്ടി വരും. അതാണ് ഇപ്പോൾ സ്വർണ്ണ വിപണിയിലെ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മളൊക്കെ എടുക്കുന്ന 1 വർഷം കൊണ്ടുള്ള ഒരു ഗ്യാപ്പ് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് തന്നെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കും. ഈ കടക്കാർ പറയുന്നത് പോലെ തന്നെ ഇപ്പൊ ബുക്ക് ചെയ്തൊരു അഡ്വാൻസ് തന്നാൽ മതി, വരും ദിവസങ്ങൾ കുറയുന്നു എന്ന് നോക്കിയിരുന്നിട്ട് ഇനി ഒരു കാര്യമില്ല. തീർച്ചയായും. അപ്പോൾ എന്റെ പൊന്നോ, എന്റെ പൊന്നെ എന്ന് നമുക്ക് എല്ലാ ദിവസവും പറയേണ്ടി വരും.